അസ്സലാമലൈക്കും. സജന ഹക്കി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം കേട്ടോ, ഇഷ്ടമില്ലാത്തവരും രുചിയോടുകൂടി കഴിക്കുന്ന കൊഴുത്ത ചാറോടുകൂടിയുള്ള ഗ്രീൻ പീസ് കറി ഗ്രേവി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. കൂടാതെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പിയുമുണ്ട്, പിന്നെ വിശേഷങ്ങളും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കൂട്ടുകാരെ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം കേട്ടോ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ വിശേഷങ്ങൾ കാണാമല്ലേ. 6 AM ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗ്രീൻ പീസ് കുതിർത്തത് കാണാം കേട്ടോ. അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയാനാട്ടോ ഞാൻ പോകുന്നത്. അതൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് അടിപൊളി, നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം, അടിപൊളി കടുത്ത ചാറോട് കൂടിയുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. പുട്ടിനുള്ള വെള്ളം ഇതാ വെട്ടിത്തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൊടിയൊക്കെ നനച്ചിതാ പുട്ടിനുള്ള പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി കാണാമല്ലേ. ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലെ വെള്ളമെല്ലാം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ ഉരുളങ്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള ഉരുളങ്കിഴങ്ങും, പിന്നെ നല്ല പഴുത്ത തക്കാളി 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇതാ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇതാ അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ. ഐറ്റംസൊക്കെ എടുക്കാനായിട്ട് പാകത്തിനുള്ള വെള്ളം ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഇതാ ഉപ്പ് പാകത്തിന് ഇതാ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതാ കുക്കർ അടുപ്പത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കണ്ടേ. ഇതാ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ലൈക്കൊക്കെ ഒന്ന് അടിച്ചൂടെ? എല്ലാവർക്കും ലൈക്ക് അടിക്കാനായിട്ട് മടിയാവുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. ലൈക്കൊക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ. അങ്ങനെ എന്താ നമ്മൾ ഈ കുക്കർ കുക്കൂ കുക്കൂ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. 4 വിസിലേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു തവ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കൊഴുത്ത ചാറോട് കൂടി സെറ്റായി കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കും, നല്ലതാട്ടോ. അങ്ങനെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ പാകത്തിനുള്ള സബോള കുനുകുനാരിഞ്ഞ് അതിലേക്ക് തട്ടി കൊടുക്കുക കൂട്ടുകാരെ. എന്നിട്ട് നല്ലപോലെ സബോള നല്ലപോലെ വേവണം. നല്ലപോലെ ഒരു ബ്രൗൺ നിറമാകുന്നവരെ നിങ്ങൾ ഇളക്കി കൊടുത്ത് സെക്കറ്റാക്കിയ ശേഷം പിന്നെ എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലൊന്ന് മുളകിൻ്റെ കുത്തൊതുങ്ങുന്നത് വരെ നല്ലപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം 1/4 ഗ്ലാസ് വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. കൊഴുത്ത ചാറോട് കൂടിയുള്ള ഗ്രീൻ പീസ് കറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കടുത്തതായി എന്ത് ചെയ്യാം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണല്ലേ. ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ. ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ ഇതാ കറിവേപ്പില തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് കറക്കി, അതായത് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം, കൊഴുത്ത ചാറോട് കൂടിയുള്ള ഗ്രീൻ പീസ് കറി സെറ്റായിട്ടുണ്ട് കൂട്ടുകാരെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം കേട്ടോ. അങ്ങനെ പാത്തൂസ് പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓട്ടിപ്പാഞ്ഞിട്ടാട്ടോ പോകുന്നത്. നേരം വൈകിട്ടോ, ഞാൻ റെസിപ്പി എടുക്കാൻ നിന്നതുകൊണ്ടാട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് ഒരു കറി റെഡിയാക്കി എടുത്തുട്ടോ. നിങ്ങൾക്കറിയാം കേട്ടോ, എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്കറിയാം കേട്ടോ, ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമ്മുടെ ഉരുളങ്കിഴങ്ങ് കേട്ടോ, പൊട്ടറ്റോ കറി. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ മോന് ഉരുളങ്കിഴങ്ങ് കറി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് പാത്രത്തിലാക്കി അവൻ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് ഹമൂർ കേട്ടോ, കുറച്ചൊന്നുമില്ല, 4 ഉള്ളൂ കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്യണം. കൂടാതെ ശിലാവ് അന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്കറിയാം. അതും ഫ്രൈ ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 മണിക്ക് പിള്ളേർക്ക് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് വീഡിയോസ് ഞാൻ ഇടാത്തത് എന്താണെന്നറിയോ, അതിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് പറയാഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടാൽ മാത്രം മതി കേട്ടോ. അങ്ങനത്തെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാതും ഇട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തതാ കോരി മാറ്റുന്നു കേട്ടോ.
അപ്പോൾ ഇനി അടുത്തതായി എന്താണ് നമ്മുടെ ഹമൂർ 4 കേട്ടോ. അത് ഇക്ക എനിക്ക് തന്നതാട്ടോ. അന്ന് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 വറുത്തോ എന്ന് പറഞ്ഞ് തന്നതാട്ടോ. അപ്പോൾ അതും ഫ്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ലഞ്ചിന് എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ അതും ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തുട്ടോ. ഇനി നമുക്കടുത്തതായി എന്താണ് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി രാവിലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറൊരു കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ മീനും ഫ്രൈ ചെയ്തു. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രേവി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക്, അതായത് മോന് സ്കൂളിലേക്ക് പോകണം കേട്ടോ, പരീക്ഷയ്ക്ക്. അപ്പോൾ അവനുള്ള ഫുഡ് എടുക്കാനാട്ടോ പോകുന്നത്. അങ്ങനെ എല്ലാ മീനും ഫ്രൈ ചെയ്ത് സെറ്റാക്കിയ ശേഷം ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് പാത്രത്തിലോട്ടിട്ടു. കറിയൊക്കെ മേശപ്പുറത്ത് ഓടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഹമൂർ വേണമെന്ന് പറഞ്ഞ് വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അവൻ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചതാ പരീക്ഷയ്ക്ക് പോയിട്ടോ. ഇനി അടുത്തതായി അവൻ പോയ ശേഷം ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള ക്യാരറ്റ് കൊണ്ട് അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് റെസിപ്പി ആയിട്ട് എടുക്കാഞ്ഞത് ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാട്ടോ. എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് ചാനലിൽ കയറി ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടോ വോയിസ് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ? കമൻ്റ് അടിക്കൂ കൂട്ടുകാരെ. അങ്ങനത്തെ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാട്ടോ. നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കോണിബെല്ലടിച്ചതാട്ടോ. വോയിസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കോണിബെല്ലടിച്ചതാണ്. സർപ്രൈസ് ഗിഫ്റ്റ് രണ്ടാമതും വന്നിട്ടുണ്ട് കേട്ടോ. അത് പാത്തൂസിനുള്ളതാണ് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സെർവിങ് ഗ്ലാസ്, അതായത് സർപ്രൈസ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജ്യൂസ് കുടിച്ചാൽ നല്ലോണം നിറം വയ്ക്കും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ധാരാളം ഗുണങ്ങളേറിയ ജ്യൂസാണ് കേട്ടോ. ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. ഇത് ഒരുപാട് തവണ ചാനൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ഇത് കാണാത്തവർ, അതായത് ഹെൽത്തി ജ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. ഉണ്ടാക്കിയ വശം തന്നെ ഞാനൊരു ഗ്ലാസ് കുടിച്ചതുപോലെ തന്നെ ഉമ്മയും കുടിച്ചിട്ടോ. അപ്പോൾ ഇനി പിള്ളേർ വരാനായിട്ട് സമയമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ജ്യൂസ് കൊടുത്തോട്ടോ. അവന് വേഗം കുടിച്ചിട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു, സൈക്കിൾ ഓടിച്ച്. അപ്പോൾ അവനൊരു ഗ്ലാസ് കൊടുത്ത ശേഷം ബാക്കിയുള്ള ജ്യൂസ് പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു. അപ്പോൾ പാത്തൂസ് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ അവനും വന്നിട്ടോ. എനിക്കൊരു ഗ്ലാസ്സും കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറവാന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അണ്ടിപ്പരിപ്പ് എടുത്തങ്ങായിട്ട് അവൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടുട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും വേണമെന്ന്. അപ്പോൾ എല്ലാ ഗ്ലാസ്സിലേക്കും ഇട്ടു. പാത്തൂസിന് പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിരുന്നാ? അല്ലാതെ എഴുതിയാ? മിടുക്കത്തിയായാ? ഓക്കേ. അങ്ങനെ പാത്തൂസിന് ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂത്ത ആൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ട്യൂഷന് പോയിട്ടോ. അപ്പോൾ ചെറിയ ആൾ ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസിനെ കുറിച്ചുള്ള അഭിപ്രായം കേൾക്കാം കേട്ടോ. എങ്ങനെയൊരു ജ്യൂസ് സർപ്രൈസ് ആയിട്ട് തന്നത് എൻ്റെ ഹസ്ബൻഡാട്ടോ ഈ ഗ്ലാസ്. അപ്പോൾ കുറേ നാൾ മുന്നേ ചോദിച്ചിട്ടോ ജ്യൂസ് ഗ്ലാസ്സൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞു 2 ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഗിഫ്റ്റായിട്ട് വന്നു. എനിക്ക് വളരെയധികം സന്തോഷമായി. പ്രതീക്ഷിക്കാത്ത സമയത്തോട്ടോ കിട്ടിയത്. അങ്ങനെ രാത്രി ആയിട്ടോ പിള്ളേരൊക്കെ പഠിച്ചു. അങ്ങനെ പുസ്തകമൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ പാത്തൂസിനുള്ള ചോറും എനിക്കുള്ള ചോറും കൂടിയാട്ടോ ഒരു കിണ്ണത്തിലിട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം. ടാറ്റാ ബൈ.